ഹായ് ഫ്രണ്ട്സ്, പ്രവാസി പെൻഷനിൽ അംഗത്വം എടുത്തിട്ട് നിങ്ങൾ അടവ് കംപ്ലീറ്റ് ആവാറായിട്ടുള്ള, അതുപോലെ അടവ് കംപ്ലീറ്റ് ആകാറായ അല്ലെങ്കിൽ 60 വയസ്സ് ആകാറായിട്ടുള്ള ആളുകളുടെ അറിവിലേക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ സമയമായിട്ടുള്ള അല്ലെങ്കിൽ സമയം അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അറിവിലേക്കാണ്. മറ്റുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൻഷൻ്റെ പ്രായം ആയിക്കഴിഞ്ഞാൽ, പെൻഷൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ പെൻഷന് എലിജിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെൻഷൻ അപേക്ഷിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേക്കും. കാരണം നിങ്ങളും അവസാനം ഈ ഒരു പെൻഷൻ ആവുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രവാസി പെൻഷൻ്റെ കാർഡ് എല്ലായിടത്തും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ എല്ലാ ആളുകളുടെടുത്തും ഉണ്ടായിരിക്കും. ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇതിൽ പേയ്മെൻറ്റ് അടക്കുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ മാത്രം പോരാ, നിങ്ങളുടെ പ്രവാസി വെൽഫെയർ പെൻഷൻ വെബ്സൈറ്റിലെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാൽ പെൻഷന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് മുഖാന്തരം മാത്രമാണ് നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണം. യൂസർ നെയിം നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കാം. ഈ രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പാസ്വേഡ് നിങ്ങൾക്ക് വളരെ ഈസിയായി റീസെറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പഴയ നമ്പറാണ്, പുതിയ നമ്പർ നിങ്ങൾ മാറ്റിയ കാരണം പുതിയ നമ്പർ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇമെയിൽ ID അറിയാം, കൊടുത്ത ഇമെയിൽ ID അറിയാമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രവാസി വെൽഫെയറിൻ്റെ മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലോ നമ്മൾ റിക്വസ്റ്റ് അയക്കണം. നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ നമ്പർ ഇതല്ല അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഇതല്ല, അതുകൊണ്ട് ഈ മെയിൽ IDയും നമ്പറൊക്കെ ചേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പെൻഷന് കൊടുക്കുന്നതിന് മുന്നായിട്ട് നിലവിൽ നിങ്ങളുടെ പാസ്പോർട്ടിലെയും ആധാറിലെയും അതുപോലെ തന്നെ നിങ്ങൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നാട്ടിലെ ഒരു സാധാ SBI അക്കൗണ്ട് ആവശ്യമാണ്. NRI അക്കൗണ്ട് പറ്റില്ല. NRO അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല, കാരണം നാട്ടിൽ നിന്ന് ക്യാഷ് ഇടണമെങ്കിൽ NRI അക്കൗണ്ടിൽ പറ്റാത്തത് കൊണ്ട് NRO അക്കൗണ്ടും കുഴപ്പമില്ല, അല്ലെങ്കിൽ നാട്ടിലൊരു സാധാ SBI അക്കൗണ്ടും കുഴപ്പമില്ല. ഈ രണ്ടാമതൊരു അക്കൗണ്ട് ആയിരിക്കണം. പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാസ്പോർട്ടിലെ പേരും പ്രവാസി വെൽഫെയറിൽ കൊടുത്തിട്ടുള്ള പേരും ആധാറിലെ പേരും ഈ അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിലെ പേരും ഒന്നായിരിക്കണം. ഇത് മൂന്നിലും മിസ്മാച്ച് വരാൻ പാടില്ല. ഇത് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി 1 and same സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പെൻഷൻ്റെ ഡേറ്റ് ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ പെൻഷൻ പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്തത് അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പെൻഷൻ്റെ ഡേറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് അംശാദായവും അടച്ചിരിക്കണം. നേരത്തെ നമുക്ക് പെൻഷൻ പ്രായം കഴിഞ്ഞാലും കുടിശ്ശിക 1-2 വർഷത്തൊക്കെ കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് നമുക്ക് പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ 2025 നവംബർ 1 കൂടിയിട്ട് ആ ഒരു സൗകര്യം ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മാസത്തൊക്കെ കുടിശ്ശിക ഉണ്ടെങ്കിൽ അവരത് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടിശ്ശിക, ഇപ്പോൾ 1 വർഷത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു പെൻഷൻ അംഗത്വം എടുത്തിട്ട് അടക്കാതെ കുറേ കാലം കൊണ്ടുപോകും. ഇതൊന്നും അടക്കേണ്ട ആവശ്യമില്ല, പെൻഷനൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഒരു പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാൽ പലർക്കും പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇവർ വിചാരിക്കും, ഓക്കെ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ ഞാനും അടച്ചിട്ട് പെൻഷൻ ഒരുമിച്ച് അടച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വർഷത്തെ എമൗണ്ടും ഒരുപാട് വർഷത്തെ കുടിശ്ശികയും അതിൻ്റെ പിഴയൊക്കെ പാടെ ഒരുമിച്ച് അടച്ചിട്ട് പല ആളുകളും പെൻഷന് അപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിന് മുന്നേ ആയിട്ട്. എന്നാൽ കഴിഞ്ഞ നവംബർ മാസം 1 മുതൽ നമുക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ പെൻഷനുള്ള അർഹതയില്ല. ഈ ഒരു തീരുമാനം ബോർഡിൻ്റെ നേരത്തെ ഉള്ള തീരുമാനം തന്നെ ആയിരുന്നു. കൊറോണ വന്ന സമയത്ത് ബോർഡ് ഒരു ഇളവ് കൊടുത്തതായിരുന്നു. ആ ഒരു ഇളവ് വീണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 2025 നവംബർ 1 മുതൽ ഇനി നിങ്ങൾ പെൻഷൻ പ്രായം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൻഷൻ പ്രായം ആവുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അടക്കാനുള്ള എല്ലാ എമൗണ്ടും അടച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ പെൻഷൻ പ്രായം എത്തുന്നതിന് മുന്നേ നിങ്ങൾ നിലവിലുള്ള കുടിശ്ശികയും അതുപോലെ തന്നെ പിഴയും മൊത്തം അടക്കാനുള്ള തുക അടച്ചു തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. പെൻഷന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ 6 മുതൽ 8 മാസം വരെയാണ് വെരിഫിക്കേഷൻ കാലാവധി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പ്രവാസി വെൽഫെയർ പെൻഷൻ ഓർക്കുക. ID പുതുക്കാനും പുതിയത് എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക.